വിപഞ്ചികയുടെ മരണത്തിൽ ഗാർഹിക പീഡനം കൂടി എഫ്ഐആറിൽ ചേർക്കണമെന്ന് മാതാവ് റിപ്പോർട്ടറിനോട്. സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിൽ മകൾക്ക് പീഡനമേൽക്കേണ്ടി വന്നു. ഷാർജയിലെ വീട്ടിലെ ബാത്റൂമിൽ പൂട്ടിയിട്ടു. നിധീഷ് വിവാഹമോചന നോട്ടീസ് അയച്ചതോടെയാണ് മകൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. കേസ് CBI അന്വേഷിക്കണമെന്നും വിപഞ്ചികയുടെ അമ്മ ശൈലജ പറഞ്ഞു. വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ് ദേവസ്യ, മകൾക്ക് നീതി ഉറപ്പാക്കാനായ അമ്മ മകൾ ഉണ്ടായിരുന്ന ഇടത്തേക്ക് എത്തിയ വേളയാണിത്. എന്തൊക്കെയാണ് അതിനു മുൻപ് നമ്മളോട് പറഞ്ഞത്? സുജയ, ഈ വിപഞ്ചികയുടെ മരണത്തിൽ ഇപ്പോൾ ഭർത്താവ് നിതീഷിനെതിരെയും സഹോദരി നീതുവിനും ഒപ്പം പിതാവ് മോഹനെതിരെ ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുകയാണ്. അത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ വിവാഹത്തിന് സ്ത്രീധനം വാങ്ങിയതിന് സ്ത്രീധന നിരോധന നിയമപ്രകാരം കേസെടുത്തു. 2 കേസുകളായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ഈ 2020 വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ മകൾ വീട്ടിലെ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി പുലർച്ചെ 4 മണിയായപ്പോൾ വിളിച്ചെഴുന്നേൽപ്പിച്ചു, മിറ്റമടിപ്പിക്കുകയും പാത്രങ്ങളെല്ലാം കഴുകി വെപ്പിക്കുകയും അങ്ങനെ പീഡനം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഗാർഹിക പീഡനം എന്ന വകുപ്പ് കൂടി ഇതിൽ ചേർക്കണമെന്നാണ് ഇപ്പോൾ അമ്മ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമ്മ ഇന്ന് ഈ വിപഞ്ചിക താമസിച്ചിരുന്ന ദുബൈയിലേക്ക് ഷാർജയിലേക്ക് പോയിട്ടുണ്ട്. ഷാർജയിൽ വിപഞ്ചികയുടെയും കൊച്ചുമകളുടെയും മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ പോയത്. പക്ഷേ അവിടെ കൊച്ചുമകളുടെ മൃതദേഹം ഭർത്താവ് നിതീഷിന് തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റുമായുള്ള സംസാരിച്ചിട്ടായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും കേരളത്തിൽ നിതീഷിനെതിരെയും നിതീഷിൻ്റെ സഹോദരിക്ക് പിതാവിനെതിരെയും ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കൂടി ചേർത്തണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഈ വിപഞ്ചികയുടെ മാതാവ് ഉന്നയിച്ചിരിക്കുന്ന. കേസ് CBI അന്വേഷിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവർ. സുജയ.